യെസ് ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ ഒരു 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 ഇൻട്രൊഡക്ഷൻ ഇല്ലാത്ത ചാപ്റ്റർ തുടങ്ങാൻ പറ്റില്ല. ഈവൻ ഇഫ് ഇറ്റ്സ് ക്രാഷ് ആണെങ്കിൽ പോലും ആദ്യമേ തന്നെ പറയേണ്ട കാര്യം, കോസ്റ്റ് ഓഡിറ്ററിൻ്റെ ഭൂരിഭാഗം കേസുകളും നമ്മുടെ മെറ്റീരിയലിന് കൊടുത്തിരിക്കുന്നത് കമ്പനി ലോയുമായിട്ട് ബന്ധപ്പെട്ട, മനസ്സിലായി. അതായത് നമ്മളിവിടെ മേജർ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ലോയിനെ കുറിച്ചും അതിനകത്ത് ഓഡിറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 7 മാർക്കിന് ചോദിക്കുന്ന റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഈ പറയുന്ന പോലെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. നോക്കി, സെക്ഷൻ അപ്ലിക്കബിൾ ടു ദ ഫിനാൻസ് ഓഡിറ്റേഴ്സ് ആർ ലേഡ് ഓൺ ഫ്രം സെക്ഷൻ 139 ടു 147. അതായത് കമ്പനീസ് ആക്ട് ഓഡിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 139 തൊട്ട് 147 വരെയാണ്. അതിനകത്ത് എവിടെയും കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊഴികെ സെക്ഷൻ 148 നമ്മളോട് ഏത് പറയണേ, കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് പറയണം. മനസ്സിലായോ? അതായത് 139 തൊട്ട് 147 വരെയുള്ള കാര്യങ്ങൾ കോസ്റ്റ് ഓഡിറ്റേഴ്സിന് ബാധകമല്ല എന്നല്ല നമ്മളോട് പറയണേ. പക്ഷെ അവിടെ കോസ്റ്റ് ഓഡിറ്റേഴ്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. എടുത്തു പറഞ്ഞിരിക്കുന്നത് ഏതാ? 148. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. 139 തൊട്ട് 147 വരെയും പിന്നെ സെക്ഷൻ 148. ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കി, 139 തൊട്ട് 147 വരെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 139 വായിച്ചു നോക്കി. ഒന്ന് അപ്പോയിൻമെന്റ്, 2 റിമൂവൽ, റെസിഗ്നേഷൻ, എലിജിബിലിറ്റി. ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഓർമ്മ. സെക്ഷൻ 141 പ്രകാരം എലിജിബിലിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്, 7 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഓർമ്മ. ആൻഡ് റെമ്യൂണറേഷൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഈ പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും 7 മാർക്കിന്. ഇതാണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ചോദിച്ച് കാണാറ്. മനസ്സിലായി? 141 പ്രകാരം എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ. ആൻഡ് 143 പ്രകാരം പവേഴ്സ്. 144 ഓഡിറ്റേഴ്സ് നോട്ട് ടു റെൻഡർ, ഓഡിറ്റേഴ്സിന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സർവീസുകൾ. 145 ഓഡിറ്റേഴ്സ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. 146 ജനറൽ മീറ്റിംഗിന്റെ കേസിനാണെന്ന് പറയണേ. 147 ഏതിനെ കുറിച്ച് പറയണേ, പനിഷ്മെന്റിനെ കുറിച്ച് പറയണേ. മനസ്സിലായി? അതായത് ഈ പറയുന്ന 139 തൊട്ട് 147 വരെയുള്ള ഒരു ഏരിയയ്ക്കകത്തും കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനകത്താണ്? 148. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വേണം നോക്കി, 148 1 പ്രകാരം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, 2 പ്രകാരം ഓഡിറ്റ് ചെയ്യണം, 3 പ്രകാരം അപ്പോയിന്റ് ചെയ്യണം. മറക്കരുത്, 148 3 പ്രകാരമാണ് കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. 148 4 പ്രകാരം അഡീഷൻ ടു ദ ഓഡിറ്റ് കണ്ടക്ടഡ്. ഏത് മറ്റേ നമ്മുടെ ബാക്കിയുള്ള ഓഡിറ്റിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയല്ലല്ലോ, അത് കൂടാതെ വരുന്ന ഓരോ ഓഡിറ്റാണ് നമ്മുടെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. 148 5 കണ്ടോ, ഇവിടെയാണ് പറയുന്നത്. ഓക്കെ, അപ്ലിക്കബിൾ ടു ദ ഓഡിറ്റേഴ്സ് അണ്ടർ ദ ചാപ്റ്റർ ഷാൾ ബി സോ ഫാർ ആസ് മേ ബി അപ്ലിക്കബിൾ അപ്ലൈ ടു ദ കോസ്റ്റ് ഓഡിറ്റർ. അതായത് 139 തൊട്ട് 147 വരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കോസ്റ്റ് ഓഡിറ്റേഴ്സിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ 148 3 പ്രകാരം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഓഡിറ്റർ 148 5 പ്രകാരം ഏതിന് ബാധകമാണ്? ഈ പറയുന്ന 139 തൊട്ട് 147 വരെയുള്ള സെക്ഷൻസിനകത്ത് ബാധകമാണ്, ഇൻക്ലൂഡിങ് പെനാൽറ്റീസ്. മനസ്സിലായി? ഇൻക്ലൂഡിങ് പെനാൽറ്റി. അതായത് 148 പ്രകാരം നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പനിഷ്മെന്റിന് വിധേയമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി വരുന്നത് 147. ക്ലിയർ? മനസ്സിലായാലും ആ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ എനിക്കിത് പറയാൻ പറ്റില്ല. 148 6 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഫർദർ ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ആ പറയുന്ന റിപ്പോർട്ടിന് മുകളിൽ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യമാണെങ്കിൽ 148 7 പ്രകാരം ഓഡിറ്റേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് 148 8 കണ്ടോ, പനിഷബിൾ ആസ് പെർ സെക്ഷൻ 147. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഈ ഓഡിറ്റേഴ്സ്, കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് ഒരു സ്പെസിഫിക് സെക്ഷൻസോ കാര്യങ്ങളോ നമ്മളോട് പറയുന്നില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറയാവുന്നത് ഇത്രേ ഉള്ളൂ. 139 തൊട്ട് 147 വരെ കമ്പനീസ് ആക്ടിനകത്ത് പറയുന്ന സെക്ഷൻസ് എല്ലാം 148 3 പ്രകാരം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഓഡിറ്റർക്ക് ബാധകമാണ്. ക്ലിയർ? 7 മാർക്കിന് നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത സാധനം ഈ പറയുന്ന ഏതായിരുന്നു നമ്മുടെ കഴിഞ്ഞ സ്ലൈഡിനകത്ത് ഇട്ടായിരുന്നില്ലേ, എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ ആൻഡ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇത് രണ്ടും ഒന്ന് വായിച്ചു വെക്കണം, രണ്ടും നോക്കണം. 7 മാർക്കിന് മേ ബി ചോദിച്ചേക്കാം. ക്ലിയർ? അതിനകത്ത് ആദ്യത്തെ കോസ്റ്റ് ഓഡിറ്റേഴ്സിൻ്റെ എലിജിബിലിറ്റി. ഓക്കെ, 148 3 പ്രകാരമാണ് നമ്മളോട് പറയുന്നത്. 148 3 പ്രകാരമായിരിക്കണം അയാൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കണം. കൂടാതെ ഈ പറയുന്ന പോലെ കോസ്റ്റ് അക്കൗണ്ടന്റ് ഡിഫൈൻ, ഈ പറയുന്ന സെക്ഷൻസിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഓഡിറ്റർ ആയിരിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. മെമ്പർ ആയിരിക്കണം. മെമ്പറിന്റെ രജിസ്റ്റേഴ്സിനകത്ത് പേര് വരണം. ഇൻഡിവിജ്വലോ ഫേമോ ആവാം. ഫേം ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പ്രാക്ടേഴ്സ് പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ ആർ ക്വാളിഫൈഡ് അപ്പോയിന്റഡ് ആസ് എ കോസ്റ്റ് ഓഡിറ്റർ. ആ ഫേമിനകത്ത് മെജോറിറ്റി ഓഫ് പേഴ്സൺസ് എന്തായിരിക്കണം,
ഈ കോസ്റ്റ് ഓഡിറ്റേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഈ ഫേം എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡിങ് LLPയും കൂടെ കയറി വരും. മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലായിരുന്നു 7 അതിനകത്ത് എലിജിബിലിറ്റിയും ഇന്നെലിജിബിലിറ്റിയാണ് പറയണേ. അതിനകത്ത് എലിജിബിലിറ്റിയാണ് പറഞ്ഞത് 148(3) പ്രകാരം കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, നമ്മുടെ ആക്ടിനകത്ത് പറഞ്ഞിരിക്കണം. ആ പറയുന്ന ആളുടെ ഈ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, മെമ്പർ ആയിരിക്കണം, മെമ്പറിൻ്റെ രജിസ്റ്ററിനകത്ത് പേരുണ്ടായിരിക്കണം, ഇൻഡിവിജ്വൽ ഫേമോ ആവാം. ക്ലിയർ? ആ ഫേം എന്ന് പറയുന്നത് LLP ആവാം. ഫേം ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് CMA ഹോൾഡേഴ്സ് ആയിരിക്കണം. ക്ലിയർ? അടുത്തത് നോക്കിയേ, ഇനി പറയുന്നത് ഇന്നെലിജിബിലിറ്റി ആണ്. ആർക്കൊക്കെ കോസ്റ്റ് ഓഡിറ്റർ, ഞാൻ ഇവിടെ അഗെയിൻ പറയുന്നു, ഇവിടെ കോസ്റ്റ് ഓഡിറ്റർ എന്ന് എടുത്ത് പറയുന്നില്ല, ഓഡിറ്റർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാലും ആർക്കൊക്കെ ഓഡിറ്റർ ആവാൻ പാടില്ല അതിനകത്ത് നോക്കി. എ ബോഡി കോപ്പറേറ്റർ, ഒരു ബോഡി കോപ്പറേറ്റർക്കോ അതർ ദാൻ LLP, ഒരു ബോഡി കോപ്പറേറ്റർക്ക് ഒരിക്കലും എന്താവാൻ പാടില്ല, ഓഡിറ്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ ആവാൻ പാടില്ല. അതായത് ഓഡിറ്റർ ആയിക്കോ, നിങ്ങൾ LLP ആയിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ. നിങ്ങൾക്ക് എന്തായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഫേം ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ക്ലിയർ? സോ ഒരു ബോഡി കോപ്പറേറ്റർ ആവാൻ പാടില്ല. ആ കമ്പനിയുടെ ഓഫീസർക്കോ എംപ്ലോയിക്കോ എന്താവാൻ പാടില്ല, ഈ പറയുന്ന കോസ്റ്റ് ഓഡിറ്റർ ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് A ലിമിറ്റഡ് ആണ് കമ്പനി എങ്കിൽ A ലിമിറ്റഡിൻ്റെ കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് A ലിമിറ്റഡിൻ്റെ എംപ്ലോയീസിനോ A ലിമിറ്റഡിൻ്റെ ഓഫീസർക്കോ ആവാൻ പാടില്ല. എ പേഴ്സൺ ഹു ഈസ് എ പാർട്ട്ണർ ഓർ ഹു ഈസ് എ എംപ്ലോയ്മെന്റ് ഓഫ് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദ കമ്പനി. മനസ്സിലായോ? അതായത് ആദ്യം പറഞ്ഞത് ഓഫീസറോ എംപ്ലോയിയോ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പേഴ്സൺ ഹു ഈസ് എ പാർട്ട്ണർ, ഈ പറയുന്ന ആളുടെ പാർട്ട്ണർ, ഓർ ഹു ഈസ് ഇൻ ദ എംപ്ലോയ്മെന്റ്, അയാളുടെ എംപ്ലോയി, ഓർ ആൻ ഓഫീസർ ഓഫ് ദ എംപ്ലോയി ഓഫ് ദ കമ്പനി. ആൾക്കും എന്താവാൻ പാടില്ല, ഈ പറയുന്ന പോലെ ഈ A ലിമിറ്റഡിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ കോസ്റ്റ് ഓഡിറ്റ് ആവാൻ പാടില്ല. ഇനി നോക്കി, എ പേഴ്സൺ ഹു ഓർ ഹിസ് റിലേറ്റീവ് ഓർ പാർട്ട്ണർ, ഒരു വ്യക്തി, അയാളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണർ, ആ പാർട്ട്ണർക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഹോൾഡിങ്സ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി? എവിടെയൊക്കെ നോക്കി, കമ്പനിയിലോ ഓർ ഇറ്റ് സബ്സിഡറി ഹോൾഡിംഗ് ഓർ അസോസിയേറ്റ് ഓർ എ സബ്സിഡറി ഓഫ് സച്ച് ഹോൾഡിംഗ്. അതായത് A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വിളിക്കാം. A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനി, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി, അതും അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേറ്റ് കമ്പനി, അതും അല്ലെങ്കിൽ ഓർ എ സബ്സിഡറി ഓഫ് സച്ച് ഹോൾഡിംഗ് കമ്പനി, ഈ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി കമ്പനി. ക്ലിയർ? മനസ്സിലായി? എന്താ പറഞ്ഞേ? എ പേഴ്സൺ ഹു ഓർ ഹിസ് റിലേറ്റീവ് ഓർ എ പാർട്ട്ണർ, അയാളോ അയാളുടെ റിലേറ്റീവിനോ അയാളുടെ പാർട്ട്ണർക്കോ ഈ പറയുന്ന ഒരു സ്ഥലത്തും എന്തുണ്ടാവാൻ പാടില്ല, 1% പോലുള്ള ഷെയർസ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഒരു എക്സെപ്ഷൻ പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവിനാണെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഫേസ് വാല്യൂ ഉണ്ടാവും. നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്താൽ ഓർത്ത് വെക്കാൻ പറഞ്ഞു മാത്രം. കൂടാതെ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല. തേർഡ് പാർട്ടിക്ക് ഗ്യാരണ്ടർ ആയിട്ട് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാനും പാടില്ല. ഇതെല്ലാം ഓർത്ത് വെക്കണം. ഒന്നില്ലെങ്കിൽ എല്ലാം കൂടെ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കും. ക്ലിയർ? സോ ആദ്യത്തെ 3 ഒരു സെക്ഷനകത്ത് പഠിച്ചേക്ക്. രണ്ടാമത്തേനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല, 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഗ്യാരണ്ടർ ആവാൻ നിൽക്കാൻ പാടില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന റിലേറ്റീവ് ആണെങ്കിൽ ഫേസ് വാല്യൂ ആണ്, അത് ഇമ്പോർട്ടൻ്റ്, ഒന്ന് ഓർത്ത് വെക്കണം. ഫേസ് വാല്യൂ നോട്ട് എക്സീഡിംഗ് ₹1 lakh, 1 ലക്ഷം രൂപ വരെയുള്ള ഫേസ് വാല്യൂ ആവാം. ക്ലിയർ? അടുത്തത്, എ പേഴ്സൺ ഓർ എ ഫേം ഹു ഹാസ് എ ബിസിനസ് റിലേഷൻ, ഒരു രീതിയിലുള്ള ബിസിനസ് റിലേഷൻസ് ഉണ്ടാവാൻ പാടില്ല. എ പേഴ്സൺ ഹു ഇസ് ഹൂസ് റിലേറ്റീവ് ഇസ് എ ഡയറക്ടർ ഓർ ഇസ് ഇൻ ദ കീ എംപ്ലോയ്മെന്റ്, അതായത് ഡയറക്ടറോ കീ മാനേജറിയൽ പേഴ്സൺസോ ആവാൻ പാടില്ല. പേഴ്സൺ ഹൂസ് റിലേറ്റീവ്, അയാളാവാൻ പാടില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അയാളുടെ റിലേറ്റീവ് ഒരു രീതിയിലും ആ കമ്പനിയുടെ ഡയറക്ടറോ കീ മാനേജറിയൽ പേഴ്സൺസോ ആവാൻ പാടില്ല. 20 കമ്പനിയിൽ കൂടുതൽ ഓഡിറ്റർ ആവാൻ പാടില്ല. ഒരു രീതിയിലുള്ള ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഉണ്ടാവാനും പാടില്ല. ക്ലിയർ? മാക്സിമം 20 കമ്പനീസ് ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു രീതിയിലും ഉള്ള ഫുൾ ടൈം എംപ്ലോയ്മെന്റ് എൽസ്വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത 10 വർഷത്തേക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസ് ഉണ്ടായി, ആ ഒഫൻസ് കൺവിക്റ്റഡ് ബൈ കോടതി കൺവിക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്ലൻഡ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്തു, ആ ഫ്രോഡ്ലൻഡ് ആയിട്ട് ആക്ടിവിറ്റിക്കകത്ത് ഫ്രോഡ് നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഓഡിറ്റർ ആവാൻ പാടില്ല. ആഫ്റ്റർ 10 ഇയേഴ്സിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓഡിറ്റർ ആവാൻ പാടുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എനി കൈൻഡ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഡിസ്ക്രിപ്റ്റീവ് ചോദിച്ചാൽ ഇതെല്ലാം എഴുതിയേ പറ്റൂ. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേ. 0% സെക്യൂരിറ്റി, ഓക്കെ, 1 lakh rupees വരെ ആവാം റിലേറ്റീവിന്, അതും ഫേസ് വാല്യൂ. അടുത്തത് 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്റ്റ്, 1 ലക്ഷം രൂപ വരെയുള്ള ഗ്യാരണ്ടി, പിന്നെ ഇവിടെ കയറി വരുമ്പം 20 കമ്പനീസ്, പിന്നെ 10 വർഷം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെച്ചേക്കണം.
അടുത്തത് ഇനി പഠിക്കാനുള്ളത് റെസിഗ്നേഷനാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഓഡിറ്ററായി, കോസ്റ്റ് ഓഡിറ്ററായി, നിങ്ങൾ റിസൈൻ ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെയും ഒബ്ജക്റ്റീവ്സ് നോക്കുകയും നിങ്ങൾ റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്ത് വിത്തിൻ 30 days നിങ്ങൾ ADT3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ 50,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ പിഴയുണ്ടാവും. മനസ്സിലായി? നിങ്ങൾ ഓഡിറ്ററായി, ആ ഓഡിറ്റിംഗ് പീരീഡിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോവാം. അങ്ങനെ ഇറങ്ങി പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറങ്ങിപ്പോയാൽ 30 ദിവസത്തിനുള്ളിൽ ADT3 എന്ന് പറയുന്ന ഫോം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ 50,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ എന്തുണ്ടാവും? പിഴ ഇടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് റൊട്ടേഷൻ. ഇവിടെ നോക്കി, സെക്ഷൻ 139 തൊട്ട് സെക്ഷൻ 147 വരെയുള്ള എല്ലാ സെക്ഷൻസും ആർക്ക് ബാധകമാണെന്ന് പറഞ്ഞു? ഓഡിറ്റേഴ്സിന് ബാധകമാകുന്ന എല്ലാ കാര്യങ്ങളും കോസ്റ്റ് ഓഡിറ്റേഴ്സിനും കൂടെ ബാധകമാണെന്ന് പറഞ്ഞു, എക്സെപ്റ്റ് റൊട്ടേഷൻ. റൊട്ടേഷൻ്റെ കേസിനകത്ത് നമ്മളോട് പറയുന്നത് അത് ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സിനോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനോ ബാധകമാവുന്ന കാര്യമാണ്. അത് ആർക്ക് ബാധകമല്ല? നമ്മുടെ കോസ്റ്റ് ഓഡിറ്ററിന് ബാധകമല്ല. ഒരു ടേമിൽ എങ്ങാണ്ട് ഒബ്ജക്റ്റീവ് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ഈ മറ്റേ ആർക്ക് ബാധകമല്ലാത്തത്? കോസ്റ്റ് ഓഡിറ്റർക്ക് ബാധകമല്ലാത്തത്. സോ ഓർത്തിരിക്കണം, റൊട്ടേഷൻ എന്ന് പറയുന്നത് ആർക്ക് ബാധകമല്ല? നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർക്ക് ബാധകമല്ല. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റെമ്യൂണറേഷൻ റെക്കമെൻഡഡ് ബൈ ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന റെമ്യൂണറേഷൻ ആര് അപ്രൂവ് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം. ആര് റെക്ടിഫൈഡ് ചെയ്യണം? ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് റെക്ടിഫൈ ചെയ്യണം. ഇനി ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്ത ഫേമുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്ത് അപ്രൂവ് ചെയ്യണേ. ഇതിന് ആര് ചെയ്താൽ മതി? റെക്ടിഫൈ ചെയ്താൽ മതി. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് റെക്ടിഫൈ ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് അത് അപ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ? ദാറ്റ് മീൻസ് ഈ പറയുന്ന രീതിയിൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും. മനസ്സിലായോ? അടുത്തത് പനിഷ്മെൻറ്റാണ്. സെക്ഷൻ 147 നമ്മൾ പറഞ്ഞായിരുന്നു. സെക്ഷൻ 148 പ്രകാരം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പനിഷ്മെൻറ്റ് ഉണ്ടാവുന്നത് 147 പ്രകാരമാണ്. കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രൊഹിബിഷൻ ഓഫ് സെക്ഷൻ 139 to 146, 139 തൊട്ട് 146 വരെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കമ്പനിക്കാണെങ്കിൽ 25,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ പിഴയും. ആരാണ് ഓഫീസർ ഇൻ ഡിഫോൾട്ട് അയാൾക്ക് 10,000 തൊട്ട് 1 ലക്ഷം രൂപ വരെയും പിഴയുണ്ടാവും. 147(1) പ്രകാരം. ഇവിടെ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ഓഡിറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓഡിറ്ററിനെ കുറിച്ച് പറയുന്നത് 147(2) പ്രകാരമാണ്. മനസ്സിലായോ? അതായത് 139 പറഞ്ഞതോ 143 പറഞ്ഞതോ 144 145 പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കൺവിക്റ്റഡ് ആണെന്ന് കരുതുക. കൺവിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ റെമ്യൂണറേഷൻ നിങ്ങൾ റീഫണ്ട് ചെയ്യണം. എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജസ് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കൊടുത്തു തീർക്കണം. ക്ലിയർ? ഇനി ഇത് അറിയാതെ, അൺനോയിങ്ലി അറിയാതെയാണ് പറ്റിയതെങ്കിൽ ഇവിടെ നോക്കി, 25,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ പിഴയുണ്ടാവും. കൂടാതെ നിങ്ങൾ എത്രയാണ് റെമ്യൂണറേഷൻ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ 4 മടങ്ങ്, വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം അത്രയെങ്കിലും കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങളിത് നോയിങ്ലി, മനഃപൂർവ്വമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ, ദാറ്റ് മീൻസ് ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഹിബിഷൻസ് ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന മനഃപൂർവ്വമാണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രീസ്മെൻറ്റ് അപ് ടു 1 year ഉണ്ടാവും. ആൻഡ് ഈ പറയുന്ന 50,000 തൊട്ട് എത്രയാണ് 25 ലക്ഷം രൂപ വരെ, 25 ലക്ഷം രൂപ വരെ ഫൈൻ ഉണ്ടാവും. എത്രയാണ്? മിനിമം റെമ്യൂണറേഷൻ്റെ 8 മടങ്ങ്, വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? സോ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഞാൻ എഗെയിൻ പറയുന്നു, 139 തൊട്ട് 147, 148, 148(3) അപ്പോയിന്റ് ചെയ്യണേ. 148(5) എന്ത് കൊടുക്കുന്നത്? മറ്റേ 148(5) പറയണേ. 139 തൊട്ട് 147 കാര്യങ്ങൾ ആർക്കും കൂടെ ബാധകമാണെന്ന്, കോസ്റ്റ് ഓഡിറ്റർക്കും കൂടെ ബാധകമാണ്. 148 പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ 147 പ്രകാരം പനിഷബിൾ ആയിരിക്കുന്ന. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ പോർഷൻ. ഇനി 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കമ്പനീസ് ആക്ട് പ്രകാരം ഏതൊക്കെ പൊസിഷനിൽ ആർക്ക് നിൽക്കാം? നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർക്ക് നിൽക്കാം. ഏതൊക്കെ സ്ട്രാറ്റജിക് പൊസിഷനിൽ നിൽക്കാമെന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് ഒന്ന് കീ മാനേജറിൻ്റെ പേഴ്സണായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിൽക്കാം, ടെക്നിക്കൽ മെമ്പർ ഓഫ് ട്രൈബ്യൂണലോ അപ്പലേറ്റ് ട്രൈബ്യൂണലോ നിൽക്കാം, കമ്പനിയുടെ ലിക്വിഡേറ്റർ ആവാം, അഡ്മിനിസ്ട്രേറ്റർ ആവാം, ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് ആസ് ആൻ എക്സ്പേർട്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന കമ്പനീസ് ആക്ടിനകത്ത് ഡെഫിനിഷൻ, എക്സ്പേർട്ടിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് എക്സ്പേർട്ട് ആവാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആവാം, രജിസ്റ്റേർഡ് വാല്യൂർ ആവാം, അപ്പിയറൻസ് ബിഫോർ ട്രൈബ്യൂണൽ ഓർ മീഡിയേഷൻ ഓർ കൺസിലേഷൻ. ഈ പറയുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്ക് പോസ്റ്റ് വരാം? നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർക്ക് പോസ്റ്റ് വരാം. സോ ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ? മെറ്റീരിയൽ വായിക്കണേ. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞു. അതായത് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് 4 ഒബ്ജക്റ്റീവ്സ് ആണ് പറയണേ. ആ 4 ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾസ് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ആസ് എ ഓഡിറ്റർ ഓർ ആസ് എ അക്കൗണ്ടന്റ് പ്രൊഫഷണൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം, പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സർവീസ്, ക്വാളിറ്റി ഓഫ് സർവീസ് ആയിരിക്കണം, ആൻഡ് ചെയ്യുന്ന വർക്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഒന്ന് ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം,
ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, കോമ്പറ്റൻസ് ഉണ്ടായിരിക്കണം, ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം, ആൻഡ് ദ ലാസ്റ്റ് വൺ നിങ്ങളുടെ വർക്കിനകത്ത് ഒരു പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം. ഇവിടെ ഐ ജസ്റ്റ് എക്സ്പെക്ട് 7 മാർക്സ് ക്വസ്റ്റ്യൻ. മനസ്സിലായി? ഇതെല്ലാം എൻ്റെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കുക. ഈ പറയുന്ന 5, 4, 9 പോയിന്റ് കാണാതെ പഠിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് മെറ്റീരിയൽ വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. ഓക്കെ. ആൻഡ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുകൾ. എന്തൊക്കെയാണ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുകൾ എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഒബ്ജക്റ്റീവ് ചോദിക്കുന്ന നേരത്ത് ഓരോ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുകൾ തന്നിട്ട് അത് ഏത് പാർട്ടിനകത്താണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ. മേ ബി അങ്ങനെയും കൂടെ ചോദിച്ചേക്കാം. നമുക്കിവിടെ ഒരു ഇതായിട്ട് ഒരു സമവാക്യം എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാനുള്ള രീതി ഞാൻ പറയാം. ഈ ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം എന്താണ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ് ആണെങ്കിൽ ഇവിടെയും കണ്ടോ സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരം കോസ്റ്റ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത മിസ്കണ്ടക്റ്റുകളാണ്. ആദ്യത്തേനകത്ത് കോസ്റ്റ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന അയാളോട് തന്നെ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ രണ്ടാമത് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കമ്പനിയോട് ചെയ്യാൻ പറ്റാത്തതാണ്. ഈ പറയുന്ന 2, 3 കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരുമിച്ച് പറയാം. ഇതും അതേപോലെ തന്നെയാണ്. ഇത് അയാൾ ജനറലി അയാളുടെ സർവീസിനോട് അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത അൺബയാസ്ഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, ഇവിടെ പറയുന്നത് മെമ്പേഴ്സ് ടു ദ കമ്പനി. ആ കമ്പനി ഏതാണോ കമ്പനിയോട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതർ മിസ്കണ്ടക്റ്റുകൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു 6 മാസത്തെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. ബിലോ 6 months ആൻഡ് എബോവ് 6 months. ക്ലിയർ? ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നതും ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മേ ബി ഇതിനകത്ത് നിങ്ങളത് വായിച്ചു നോക്കുക. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. ഐ തിങ്ക് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരുടെയും നോട്ട്സ് ഉണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ എനിക്ക് ഈ പറയുന്നതിനകത്ത് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നോട്ട്സ് അയച്ചു തന്നേക്കാം. ഒരു ബ്രീഫ് നോട്ട്സ് എന്ന് പറയുന്ന രീതിയിൽ ഏതൊക്കെയാണ് ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ള കാര്യങ്ങളൊന്നും ഒക്കെയാണ്. എല്ലാത്തിൻ്റെയും നോട്ട്സ് ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ മതി. ഒരു ക്വിക്ക് റിവിഷൻ നോട്ട്സ് പോലെ. ക്ലിയർ? ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത്. ഒരു മിനിറ്റ്, താങ്ക്സ് കണ്ടില്ലായിരുന്നു, അതായിരുന്നു ഒരു സംശയം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ഞാൻ ഇതിനകത്ത് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സ്കിപ്പ് ചെയ്ത 2 കേസ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒന്ന് നോക്കണം. അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് മറ്റേ ലൈബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ക്രിമിനൽ ലൈബിലിറ്റി, സിവിൽ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞ ലൈബിലിറ്റീസും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ആ 2 കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഒരു 7 to 10 മാർക്സിനിടയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 7 മാർക്കിനും 10 മാർക്കിനിടയിൽ ആ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഒന്ന് നോക്കിയേക്ക്. ഇൻട്രൊഡക്ഷൻ തൊട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്ന് കേട്ടാൽ മതി. ക്ലിയർ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു സബ്ജക്റ്റുമായിട്ട് വേറൊരു ചാപ്റ്ററായിട്ട് കാണാം.